കള്ളിയത്ത് കൈരളി TMD പട്ടുറുമാലിന്റെ ഈ വേദിയിൽ അടുത്തതായി എത്തുക MA ഗഫൂർ. MA ഗഫൂറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗഫൂർക്ക, ഏത് സോങ് ആണ് പാടുന്നത്? PT അബ്ദുറഹ്മാൻ എഴുതിയ ഊത്തുപള്ളിയിൽ എന്ന് നമ്മൾ പോരുന്ന കാലം എന്ന പാട്ടാണ്. മെലഡി സോങ്സ് ആയതുകൊണ്ടാണോ നല്ല വളരെ ഭംഗിയായിട്ട് കോസ്റ്റ്യൂം ഒക്കെ ചെയ്തിട്ടുണ്ട്? ഗസൽ മൂഡിന് ഇതാ നല്ലതെന്ന് തോന്നിയിട്ട് ചെയ്താണ് അല്ലേ? എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ, നല്ല പ്രാക്ടീസ് ഉണ്ട്, ആ സംസാരത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും പ്രാക്ടീസ് ചെയ്തതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാടാൻ സാധിക്കട്ടെ. ഓക്കെ, ശ്രമിക്കാം. കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയ നല്ലിക്ക കണ്ട് ചൂരൽ വീശിലേ നമ്മുടെ മൊല്ലാക്ക. ഓത്ത് പള്ളിയിലന്നു നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. ഓത്ത് പള്ളിയിലന്നു നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. കോന്തലക്കൽ നീ എനിക്കാ കെട്ടിയ നല്ലിക്ക കണ്ട് ചൂരൽ വീശിയില്ലേ നമ്മുടെ മൊല്ലാക്ക. ഓത്ത് പള്ളിയിലന്നു നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. പാഠപുസ്തകത്തിൽ മയിൽ പീലി വച്ച് കൊണ്ട് പീലി വെട്ടിക്കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. പാഠപുസ്തകത്തിൽ മയിൽ പീലി വെച്ച് പറഞ്ഞു പണ്ട്. ഉപ്പ് കൂട്ടി പച്ച മാങ്ങ നമ്മളെത്ര തിന്ന് ഇപ്പോഴാ കഥകളെ നീ അപ്പടി മറന്ന്. ഓത്ത് പള്ളിയിലന്നു നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം.
പാട്ടിന് ഒരു 30 കൊല്ലത്തെ പഴക്കമുണ്ട്. 1977-78 കാലഘട്ടങ്ങളിലാണ് ഈ പാട്ട് PT അബ്ദുറഹിമാൻ രചിച്ചത്. ഈ ഗാനം പാടുന്നതും കേരളത്തിൽ കരയിൽ ഒന്നായിട്ട് പ്രചരിക്കുന്നതും കാസറ്റ് തരംഗത്തോടു കൂടിയാണ്. കാസറ്റ് തരംഗം ആദ്യമായിട്ട് ഗൾഫ് നാടുകളിൽ നിന്ന് 78 കാലഘട്ടങ്ങളിലാണ് കാസറ്റുകൾ ഇങ്ങോട്ട് പ്രവഹിക്കുന്നത്. ആ സമയത്ത് 78 ഈ കൃഷ്ണദാസും ഞാനും ഞങ്ങളുടെ സംഘവും എല്ലാം കൂടി ഗൾഫ് നാടുകളിൽ പോയപ്പോൾ അന്ന് അവിടെ വെച്ച് ആദ്യമായിട്ടാണ് കൃഷ്ണദാസ് ഈ ഗാനം പാടുന്നത്, ആലപിക്കുന്നത് ഞങ്ങളുടെ ഗായക സംഘത്തിൽ. PT അബ്ദുറഹ്മാൻ അതിന് വേണ്ടിയിട്ട് എഴുതിയതായിരുന്നു. ഒരു നാടകത്തിന് വേണ്ടിയിട്ട് എഴുതിയതാണെങ്കിലും ആദ്യമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നത് അബുദാബിയിലാണ്. അത് കാസറ്റുകളായി കേരളത്തിലേക്ക് പ്രവേശിച്ചു. അതോടുകൂടിയിട്ട് ഈ ഒരൊറ്റ പാട്ട് കൊണ്ടാണ് കേരളം മുഴുവനും മാപ്പിളപ്പാട്ടുകൾ ആ കാലയളവിൽ വളരെയേറെ പ്രചാരം സിദ്ധിച്ചത്. വളരെ മനോഹരമായിട്ട് പാടിയിരുന്നു. പക്ഷേ കൃഷ്ണദാസ് പാടിയ ആ പാട്ടിൻ്റെ ഗഫീറിൻ്റെതായ ചില ശൈലികൾ, ചില പൊടി കൈകളും ചില മരുന്നുകളൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട്. ഉദാഹരണം അവിടെ ഉപ്പുകുട്ടി പച്ചമാങ്ങ, അവിടെ ഒന്ന് നേരത്തെ പാടിയ മതിരി ഒന്ന് പാടുമോ? നേരത്തെ ഗഫൂറിൻ്റെതായ ഒരു ശൈലിയിൽ കൃഷ്ണദാസിൻ്റെതിൽ നിന്ന് വിഭിന്നമായിട്ടൊന്ന് പാടുമോ? ഉപ്പ് കൂട്ടി പച്ച മാങ്ങ, ഉപ്പ് കൂട്ടി പച്ച മാങ്ങ, നമ്മളെത്ര തിന്ന് ഇപ്പോഴ കഥകളെ നീ അപ്പടി. അതെ അവിടെ പറഞ്ഞത്. അവിടെ ഗഫൂറിൻ്റെതായ ഒരു ശൈലി വന്നു. കൃഷ്ണദാസ് ഇത്രയും പോയിട്ടില്ല, വേറെ സ്റ്റൈലാണ് കൃഷ്ണദാസിൻ്റെതായ ഒരു ശൈലി. അവിടെ ചെറിയൊരു മാറ്റം വരുത്താൻ പക്ഷെ അത് മോശമായിട്ടില്ല, നന്നായി ഒരു പുതുമ തോന്നി. കാരണം കൃഷ്ണദാസ് പാടിപ്പതിഞ്ഞ, കേരളത്തിൽ ഉടനീളം പാടിപ്പതിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ആ പാട്ട് രാഘവമാഷ് സിനിമയ്ക്ക് വേണ്ടി പാടിക്കുന്നതിന് മുമ്പ് ഓത്തുപള്ളി പാടിയിരുന്നത് ഈ രീതിയിലായിരുന്നു, ഈ ഈണത്തിലാണ്. പിന്നീടാണത് മറ്റു രീതിയിൽ വേണ്ടി വന്നത്. ഏതായാലും വളരെ മനോഹരമായിട്ട് പാടി ഞങ്ങൾക്കെല്ലാം സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. പലർക്കും ശ്രോതാക്കൾക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. ഇറ്റ്സ് നൈസ് ടു സീ യു. നന്നായിട്ട് പാടി. പ്രസൻറ്റേഷൻ ഈസ് ഗുഡ്. എക്സ്പ്രഷൻ നല്ലതാണ് ഉണ്ടായിരുന്നു. താങ്ക് യു. കൃഷ്ണദാസ് സാറിൻ്റെ ഒരു ശൈലിയും രാഘവ മാഷയുടെ ശൈലിയും PT-യുടെ രചനയും അതൊക്കെ ഒത്തുചേരുമ്പോഴുള്ള ഒരു വല്ലാത്ത സൗന്ദര്യം ഗഫൂറിൻ്റെ ആലാപനത്തിൽ ഞാൻ കണ്ടു. അത് ഗഫൂർ കുറച്ച് ടെൻഷനിലായിരുന്നു എനിക്ക് തോന്നി ഈ പാട്ട് പാടിയപ്പോൾ. സാധാരണ ഗഫൂറിൻ്റെ മാപ്പിളപ്പാട്ട് വേദികളിൽ കാണുന്ന ഒരു എന്താ പറയുക, ഒരു നെവർ മൈൻഡ് മൂഡുണ്ടല്ലോ, അത് ഞാൻ കണ്ടില്ല. വളരെ ടെൻഷനോട് കൂടിയാണ് ഈ പാട്ട് പാടിയത് തോന്നുന്നു. അല്ല, ഈ പാട്ട് പാടുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. അതെ, കാരണം ആളുകൾക്ക് പരിചയമുള്ള പാട്ടാണ്. കമ്പോസിംഗും അങ്ങനെയാണ്. അതെ അതെ, അപ്പോൾ വളരെ ആ തെരഞ്ഞെടുപ്പിന് ആ പാടിയ ശൈലിക്കൊക്കെ അഭിനന്ദനങ്ങൾ. താങ്ക് യു പാനൽ. സന്തോഷമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമായി. തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രത്യേകത നിറഞ്ഞ പാട്ടുകളുമായിട്ട് വീണ്ടും എത്തുക.